ദൈവനാമത്തിന് മഹത്വം ഉണ്ടായി. നമ്മളിന്ന് കേൾക്കുന്ന ക്ലാസ് ദൈവ മുൾപ്പടപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. മോശ തന്റെ അമ്മായിപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ യത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയും. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കുക ദൈവത്തിന്റെ മലയായ ഹോറേബിൽ എത്തിച്ചു. അവിടെ ഒരു മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നി കർത്താവിന്റെ ദൂതൻ അവന് പതിച്ചു. അവനിട്ട് നോക്കി, മുൾപ്പടപ്പ് കത്തി ജ്വലിക്കുക, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായി. മക്കളെ, മോശയ്ക്ക് ദൈവ ദൂതൻ പ്രത്യക്ഷപ്പെടുത്തി. മോശ യത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ കർത്താവിന്റെ ദൂതൻ അഗ്നിയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മുൾപ്പടപ്പ് കത്തുന്നുണ്ട്. അത് കത്തി എന്ത് ചെയ്യുന്നില്ല, ചാമ്പലാണ്. നമ്മുടെയൊക്കെ ജീവിതം ഇത് തന്നെയാണ്. കത്തുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ കത്തി ചാമ്പലായി തീരേണ്ടവരല്ല. കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന തീഷ്ണതയുള്ള മക്കളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. മുൾപ്പടപ്പ് കത്തുന്ന പോലെ നമ്മൾ ഇന്ന് ആത്മാവിനാൽ കത്തണം. വചനം കേൾക്കുമ്പോൾ ഒരു കത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ കത്തുന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്തില്ല, സാധിക്കത്തില്ല. ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടുന്നുണ്ടെങ്കിൽ ഒരു കത്തല് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം, ഒരു ജ്വലനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. മോശ നോക്കുമ്പോൾ മുൾപ്പടപ്പ് കത്തുന്നു. അത് കത്തി ചാമ്പലാകും. ഈ അത്ഭുതം കണ്ടുകൊണ്ട് മോശ മുൾപ്പടപ്പിനടുക്കലേക്ക് ചെല്ലുക. അപ്പൊ ദൈവം മോശയോട് പറയുക, നീ ഇങ്ങനെ ചെരുപ്പ് അഴിച്ചു വെക്കുക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഭവനം, ഈ ദേശം, ഈ നാട്, ഈ കൂട്ടായ്മ, ഈ ധ്യാനമന്ദിരം എന്താണ്? വിശുദ്ധം. നിന്റെ കാലിലെ ചെരുപ്പ് നീ എന്ത് ചെയ്യുക, അഴിച്ചു. ഈ ദേവാലയം വിശുദ്ധം. അപ്പോൾ നമ്മള് വചനം പറയുന്ന സ്ഥലം, പ്രാർത്ഥിക്കുന്ന സ്ഥലം, അതെല്ലാം എന്താ? വിശുദ്ധം. അവിടെ ആരാ വസിക്കുന്നത്? ദൈവം. അതുകൊണ്ട് പറഞ്ഞത്, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ജ്വലനമുണ്ട്, ഒരു കത്തലുണ്ട്. വചനം കേൾക്കുമ്പോൾ നീ ഒന്ന് കത്തി ജ്വലിക്കണം. വചനത്താലും ആത്മാവിനാലും നീ എന്ത് ചെയ്യണം? നിറയണം. അതാ ദൈവം നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? ആദ്യം മോശയുടെ ജീവിതത്തിൽ ഇതുപോലെ കത്തുന്ന അനുഭവം ഉണ്ടായെങ്കിൽ
നമ്മുടെ ജീവിതത്തിലും കത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. വീണ്ടും 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം 36, 39 10. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിലെ ദൈവമാണെന്ന് ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കും. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവിടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നുവെന്ന് അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കും. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും തേപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റുകയും ചെയ്തു. നോക്കിയേ, ഏലിയാ പ്രവാചകനോട് ദൈവം പറഞ്ഞിരുന്നു, ഈ ആണ്ടില് എന്ത് ചെയ്തില്ല, മഴ പെയ്യത്തില്ല. അങ്ങനെ ഏലിയാവിനെ കരയത്ത് തോടിനരികില് ദൈവം ഒളിപ്പിച്ചു. അവിടെ കാക്കയുടെ വായില് അപ്പോ ഇറച്ചിയും ദൈവം കൊടുത്തു. അവിടെ നീരുറവ ദൈവം തുറന്നു. നോക്കിയേ, മരുഭൂമിയില് നീരുറവ തുറന്നവനാണ് ആര്? ദൈവം. കാക്കയുടെ വായില് അപ്പോ ഇറച്ചിയും കൊടുത്തവനാണ് നമ്മുടെ ദൈവം. അങ്ങനെ ബാലിന്റെ പ്രവാചകന്മാർ ഏലിയ പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് ഈ ബലിവസ്തു. അവരുച്ചത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ വസ്ത്രം കീറി ശരീരത്തില് മുറിവേൽപ്പിച്ചു. അവരെന്തെല്ലാം ശരീരത്തിൽ ചെയ്യാമോ അതെല്ലാം ചെയ്തു. ബാലിന്റെ ദൈവത്തെ അവർ വിളിച്ചു. ബാലിന്റെ ദൈവം എന്ത് ചെയ്തില്ല? വിളി കേട്ടു. ഏലിയാവ് പ്രാർത്ഥിച്ചു, ബലിയുടെ ഒരുക്കാൻ, ബലിപീഠം ഒരുക്കാൻ അവിടെ നിന്ന് ആൾക്കാരോട് പറയും. അവര് ബലിപീഠം ഒരുക്കി വിറക് വെച്ചു. അതിൽ കാളയെ വെട്ടി നുറക്കി ബലിവസ്തുവായി വെച്ചു. അവിടെ ചാലി കീറി വെള്ളം ഒഴിച്ചു. എല്ലാം ചെയ്തു. എന്നിട്ട് ഏലിയാവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ആ നിമിഷം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവിനെ എന്ത് ചെയ്തു? ദഹിപ്പിച്ചു. നോക്കിയേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി. ഏലിയാവിന്റെ പ്രാർത്ഥന ആര് കേട്ടു? ദൈവം കേട്ടു. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അഗ്നി ഇറങ്ങണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകും. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകും. അഗ്നി ഇറങ്ങണം, ദൈവം ഇറങ്ങണം. അഗ്നിയുടെ രൂപത്തിൽ ദൈവം ഇറങ്ങും. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 32 വാക്യം നമ്മൾ കാണുക. എമോസിലേക്ക് പോയ ശിഷ്യന്മാര് യേശുവിനെ കുറിച്ച് പറയും. അവരിൽ മൂന്നാമത് ഒരുവനായിട്ട് യേശു ക്രിസ്തു അവരെ കൂടെ കൂടി. അവർ യേശു ക്രിസ്തു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നത്? ഈ നാട്ടുകാരനല്ലേ എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുകയും 3-ാം ദിവസം
ഉയർത്തെഴുന്നേൽക്ക് ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങൾ നിനക്ക് നീ അറിഞ്ഞില്ല. നേരെ സന്ധ്യയായി. യേശുക്രിസ്തുവിനോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നീയും ഉണ്ട്. അന്ന് രാത്രിയിൽ യേശുക്രിസ്തു അത്താഴ സമയത്ത് അപ്പം മുറിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പോൾ ശിഷ്യന്മാര് പറയുക, അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവിടെ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ല. യേശുക്രിസ്തു വചനം പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം എന്ത് ചെയ്തു? ജ്വലിച്ചു. ഇന്ന് വചനം പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ജ്വലിക്കണം. ആത്മാവിൽ നമ്മുടെ ഹൃദയം കത്തും. നമ്മുടെ ഭാവം ഇന്ന് കത്തി ജാമല. ആത്മാവ് ജ്വലിക്കണം. നമ്മളിന്ന് ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ പ്രാർത്ഥിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കും. ദൈവം വചനം അഗ്നിയ. നമുക്കറിയാം, യെശയ്യാ പുസ്തകം 6:6 യെശയ്യാ പറഞ്ഞു, ഞാൻ അശുദ്ധമായ അത്തരമുള്ള അശുദ്ധിയിൽ വസിക്കുന്നു. ആ നിമിഷം ദൈവത്തിന്റെ ദൂതൻ വെളിവെളുത്തുന്ന ഒരു കുടിലുണ്ട്. അഗ്നി എടുത്തുകൊണ്ട് അവന്റെ നാവിനെ എന്ത് ചെയ്തു? സ്പർശിച്ചു. ആ നിമിഷം അവന്റെ നാവ് എന്ത് ചെയ്തു? ശുദ്ധീകരിക്കാൻ പറ്റും. ഈ ശുദ്ധ കുർബാന നമ്മുടെ ഹൃദയത്തിൽ തന്നപ്പോൾ, നമ്മുടെ നാവിൽ തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചു. ഇന്ന് ഇതുപോലെ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ജ്വലിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി, ഈ വചനത്താൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കാരണവനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. കേട്ട വചനം 30, 60, 100 പേരുകളെ അനുഗ്രഹിക്കും. ഈ വചനം ഒന്നുപോലും നഷ്ടപ്പെടുവാൻ നീ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കും. വചനത്താലും ആത്മാവിനാൽ ഞങ്ങളെ നീ നിറയ്ക്കും. ദൈവമേ, ഞാന് നാടും ദേശവും ഇടവകയും വൈദികരും സിസ്റ്റേഴ്സും എല്ലാം അനുഗ്രഹിക്കും. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന യുദ്ധം നിർത്തലാക്കി സമാധാനം സ്ഥാപിക്കും. ദൈവമേ, എല്ലാ ഹൃദയങ്ങളോടും വചനം ഇടപെടും. യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കും. ദൈവ കൃപയിൽ അവരെയെല്ലാം നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളോടും ഇടപെടും. ദൈവമേ, ഒരിക്കലൂടെ ഞങ്ങളെ പ്രാർത്ഥന നീ ശ്രദ്ധിച്ചു കേട്ടതിനായി സ്തോത്രം. മാനും മഹത്വവും എടുക്കണേ. യേശുവിന്റെ തന്നെയുള്ള നാമത്തന്നെ ആമേൻ.